അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. യു.പി. സ്വദേശി സൗരവാണ് അറസ്റ്റിലായത്. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കണ്ണൂർ വിഷൻ ബിഗ് ബ്രേക്കിംഗ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഹർഷ, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യു.പി. സ്വദേശിയായ സൗരവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആളാണ് ഈ പ്രതി എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഈ ടെലികോളറായ നിതിൻ രാജാണ് നിരന്തരം നിതിൻ രാജിനെയും അതോടൊപ്പം തന്നെ നിതിൻ രാജിന്റെ അധ്യാപികയായ ലതയും ഒക്കെ നിരന്തരം ഫോൺ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഈ ടെലികോളറായ സൗരവാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നോയിഡയിലെത്തി അതിസാഹസികമായാണ് ക്രൈംബ്രാഞ്ച് സംഘം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ SP P. ബാലകൃഷ്ണൻ നായരുടെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, SI മധുസൂദനൻ, ASI പ്രമോദ് എന്നിവർ നോയിഡയിൽ എത്തിയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഊർജിതമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിവരികയാണ്. 2 സംഘങ്ങളായി തിരിഞ്ഞാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നത്. നിതിൻ രാജിന്റെ പിതാവ് രാജൻ നൽകിയ പരാതിയിലുള്ള ഒരു അന്വേഷണം ഒരു ടീം നടത്തുന്നു. നിതിൻ രാജിന്റെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മറ്റൊരു ടീം നടത്തുന്നു. ഇങ്ങനെ 2 ടീമായി തിരിഞ്ഞുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നോയിഡയിൽ എത്തി ഈ VP സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനമാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നത്. അവിടെ നിന്നാണ് നിതിൻ രാജ് 15,000 രൂപ വായ്പ എടുത്തിരുന്നത്. ഈ സ്ഥാപനം കണ്ടപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. കാരണം വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു ബാങ്ക് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ നോയിഡയിൽ ഈ VP സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. അവിടെ ഈ ഉത്തർപ്രദേശിലും നോയിഡയിലുമൊക്കെ ഇത്തരം ലോൺ ആപ്പുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരം ലോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അത് ഏതെങ്കിലും തരത്തിൽ ഒരു നിരോധിച്ച ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 36% പലിശ നിരക്കിലാണ് ഈ സ്ഥാപനം വായ്പ നൽകിയിരുന്നത്. ഇത് വലിയ രീതിയിൽ കേരളത്തിലാണെങ്കിൽ ഇത് ഒരു ഒഫൻസ് തന്നെയാണ്, കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ അവിടെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ കുറ്റകൃത്യമായി ആളുകൾ കാണുന്നില്ല അല്ലെങ്കിൽ സംവിധാനങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണത്തിനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പോലീസ് നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി തന്നെയാണ് ഈ ടെലികോളറായ സൗരവിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം ഈ പ്രതിയെ ചോദ്യം ചെയ്തു. താൻ തന്റെ ജോലി ചെയ്തു എന്നുള്ള രീതിയിലാണ് യാതൊരു സങ്കോചവുമില്ലാതെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാണ് ആളുകളിൽ നിന്ന് ലോൺ നൽകിയാൽ അവരെ വിളിച്ച് അവരോട് ലോൺ അടക്കാൻ പറയുക, ഇതാണ് തന്റെ ഡ്യൂട്ടി എന്നാണ് സൗരവ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിതിൻ രാജിന്റെ അച്ഛൻ നൽകിയ പരാതി എന്ന് പറയുന്നത് ദന്തൽ കോളേജിലെ മേധാവിയായ ഡോക്ടർ MK റാമുമായി ബന്ധപ്പെട്ട പലവിധത്തിലുള്ള ആക്ഷേപങ്ങളും കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. അതിന്റെ കേസ് ഇപ്പോൾ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുന്നുമുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ കേസിന്റെ ഭാഗത്തേക്ക് ക്രൈംബ്രാഞ്ച് കടക്കാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഉടൻ തന്നെ ഒരു കുറ്റപത്രം നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട പ്രതിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർഷ.